ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, അതിലൊരു കുറച്ച് വെള്ളം വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരമുറി തേങ്ങ, പിന്നെ അതുപോലെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇതിന് ഞാൻ മറന്നു പോയതാണ് തൈര് ഒഴിക്കാൻ. ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇതാ ഇതിൽ മാങ്ങ ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇത് മാങ്ങൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന് കൂടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിത് അത്യാവശ്യം പുളിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ടൊന്ന് ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് ഇറക്കി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് വറവിടണം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചിലർ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കാറ് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ നെയ്യില്ലാത്തതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്ന മുളക് അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ മാത്രം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.